പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഭവന പദ്ധതിയെക്കുറിച്ചുള്ളതാണ്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ ഒരു ഭവന പദ്ധതിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യമായ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് പദ്ധതിയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. വിഷു ബമ്പർ ലാഭത്തിൽ നിന്ന് ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ സർക്കാർ തീരുമാനം. അതായത് കഴിഞ്ഞ വിഷു ബമ്പറിൻ്റെ ലാഭവിഹിതം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ലോട്ടറി വകുപ്പ്. ആ തുക എടുത്തിട്ട് ഇപ്പോൾ വീട് നിർമ്മിച്ച് നൽകാൻ, ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകാനാണ് ഇപ്പോൾ പുതിയൊരു പദ്ധതി വന്നിരിക്കുന്നത്. 9.5 കോടി രൂപ ഇതിനായിട്ട് വിനിയോഗിക്കും. 160 പേർക്ക് ആണ് വീടുകൾ നൽകുക. സംസ്ഥാന ഭാഗ്യക്കുറി ഏജൻറ്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ വീടില്ലാത്തവരെയാണ് ഇതിൽ പരിഗണിക്കുക. BO ഭാഗ്യക്കുറി ഏജൻറ്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ ഭവനരഹിതരായ അംഗങ്ങൾക്കുമായി വീട് നിർമ്മിച്ച് നൽകാൻ വിറ്റഴിച്ച വിഷു ബമ്പറിൻ്റെ ലാഭവിഹിതത്തിൽ നിന്നാണ് പദ്ധതി നടപ്പിലാക്കുക. 2021 ഈ ടിക്കറ്റിലെ ലാഭവിഹിതമായി 9,47,00,000 രൂപ ലഭിച്ചു. ഈ തുക ഉപയോഗിച്ച് ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ അനുമതി നൽകി. ലോട്ടറി ക്ഷേമനിധി വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുക. 5 വർഷമായി ക്ഷേമനിധി സജീവ അംഗമായവരെയാണ് ഇതിൽ പരിഗണിക്കുന്നത്. സ്വന്തമായ കുടുംബാംഗങ്ങൾക്കോ വീടില്ലാത്തവരായിരിക്കണം പദ്ധതിയിൽ അർഹരാകുന്ന ആളുകൾ. ക്ഷേമനിധി അംഗത്വം സീനിയോറിറ്റി 40%-ലധികം ഭിന്നശേഷിയുള്ളവർ, ഗുരുതര രോഗമുള്ള കുടുംബ അംഗങ്ങളുള്ള എന്നിവർ മുൻഗണന ഉൾപ്പെടും. ക്ഷേമനിധി അംഗത്വ സീനിയോറിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40%-ലധികം ഭിന്നശേഷിയുള്ള ആളുകൾ, മറ്റൊന്ന് ഗുരുതര രോഗമുള്ള കുടുംബ അംഗങ്ങളുള്ള ആളുകൾ, ഇവർക്കാണ് മുൻഗണനയുള്ളത്. ഭർത്താവ് മരിച്ചവർക്കും സ്ത്രീ കുടുംബനാഥയായിട്ടുള്ളവർക്കും പ്രത്യേക പരിഗണന ഉണ്ടാവും. കുടുംബ അംഗങ്ങളിൽ ആരെങ്കിലും സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിക്കാരോ പെൻഷൻകാരോ ആണെങ്കിൽ ആനുകൂല്യം ലഭിക്കുന്നതല്ല. ലൈഫ് മാതൃകയിൽ 4 ഘട്ടമായിട്ടാണ് തുക വിതരണം ചെയ്യുക. ജില്ലാതലത്തിൽ ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക തയ്യാറാക്കുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കും.